Morning all. Today we are going to see the topic web service security. In web service security, we are mainly going to see the introduction of two web services, then the technologies that are used for the providing web service like XML, SOAP, SAML, RFID, etc. Okay. So first we can see what is a web service. For web service, in earlier we have been using JSP and ASP protocols, and now for security reasons and for having a greater scalability and reusability, we have been shifted to J2E and .NET. Okay, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Later scalability, reusability, transaction processing and security was provided by J2E, J2EE and .NET. Okay. Along with this, in order to provide the security for the communication link, we have included SSL protocol. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെബ് സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, the term used to identify the web applications such as internet banking, travel booking, supply chain management, etc. known as web service. നമ്മൾ വെബുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കോമൺ ആയിട്ടുള്ള സർവീസസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ബാങ്കിങ്, നമ്മുടെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ്, ഇതെല്ലാമാണ് ഈ വെബ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെബ് സർവീസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഡിസൈൻ ടു സപ്പോർട്ട് ഇൻ്ററോപ്പറബിൾ മെഷീൻ ടു മെഷീൻ ഇൻട്രാക്ഷൻ ഓവർ ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അത് നമ്മുടെ പല മെഷീനുമായിട്ടുള്ള ഒരു ഇൻ്ററോപ്പറബിൾ ഇൻട്രാക്ഷനാണ് നടക്കുന്നത് നെറ്റ്വർക്ക് വഴി. ഓക്കെ, ഇപ്പോൾ ഇൻ്ററോപ്പറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെഷീനിലും അത് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം നമുക്ക് കിട്ടുന്നത്. അതാണ് മെഷീൻ ടു മെഷീൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു വെബ് സർവീസ് നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോഴത്തേക്കും പല മെഷീനിൽ നിന്നായിരിക്കും നമ്മൾ വേണ്ട സാധനങ്ങൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻ്ററോപ്പറബിൾ മെഷീൻ ടു മെഷീൻ ഇൻട്രാക്ഷനാണ്. ദാറ്റ് ഈസ് ഡൺ ത്രൂ ദ ഇൻ്റർനെറ്റ്. അതാണ് വെബ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ മെയിൻ എൻറ്റിറ്റീസ് ഇൻവോൾവ് ഇൻ എ വെബ് സർവീസ്, നമുക്ക് ഒരു 3 എൻറ്റിറ്റീസാണ് ഇവിടെ ഉള്ളത്. എ സർവീസ് പ്രൊവൈഡർ, എ സർവീസ് റിക്വസ്റ്റർ ആൻഡ് എ സർവീസ് രജിസ്ട്രി ഓർ എ സർവീസ് ബ്രോക്കർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡറാണ് എന്ത് ചെയ്യുന്നത്? സർവീസ് പ്രൊവൈഡർ അയാൾക്ക് കൊടുക്കുന്ന അയാൾ കൊടുക്കുന്ന സർവീസസ് എല്ലാം കൂടെ അവർ ഈ സർവീസ് രജിസ്ട്രിയിൽ കൊണ്ടുപോയി സേവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സർവീസ് റിക്വസ്റ്റർ എന്ത് ചെയ്യും? ഇപ്പോൾ സർവീസ് റിക്വസ്റ്റർ എന്ന് പറയുന്നതാണ് നമ്മൾ ആ യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ വേണ്ട സർവീസസ് ഏതാണെന്നുള്ളത് അവർ ക്വറി ഉപയോഗിച്ചിട്ട് അവർ ഡിസ്കവർ ചെയ്തെടുക്കും ഫ്രം ദിസ് രജിസ്ട്രി. ഓക്കെ, എന്നിട്ട് ആ വേണ്ട സർവീസസ് അവരെവിടെ നിന്ന് എടുക്കും? ആ കറസ്പോണ്ടിങ് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് അവർ എടുക്കും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് സർവീസ് പ്രൊവൈഡറിലേക്ക് അവർ പോകുന്നില്ല. ഫസ്റ്റ് ദേ ക്വറി ദ ഡിഫറെൻറ്റ് സർവീസസ് ഫ്രം ദ സർവീസ് രജിസ്ട്രി ഓർ ദ സർവീസ് ബ്രോക്കർ. Okay, after identifying the services, they will contact the service provider and take the services. അതാണ് ഇതിൻ്റെ 3 എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സർവീസ് പ്രൊവൈഡർ വിൽ പബ്ലിഷ് the available services in the service registry. The service requester will query or will search for this or discover the services provided by the service provider from this registry. Okay, after getting that, he will contact the service provider and get the services. Okay, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 എൻറ്റിറ്റീസ് ആണ്: റിക്വസ്റ്റർ, പ്രൊവൈഡർ ഓർ സെർവർ ഓർ ആൻഡ് രജിസ്ട്രി. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? പ്രൊവൈഡർ രജിസ്റ്റർ ദീസ് സർവീസസ് ഇൻ ദ രജിസ്ട്രി. സർവീസ് പ്രൊവൈഡർ എന്തൊക്കെ ചെയ്യുന്ന അയാളുടെ സർവീസസ് എല്ലാം കൂടെ ആ രജിസ്ട്രിക്കകത്ത് അവർ സേവ് ചെയ്യും അല്ലേ. സ്റ്റെപ്പ് 2, the requested query to registry and find the service. റിക്വസ്റ്റർ അത് ക്വറി ചെയ്ത് ആ സർവീസസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. സ്റ്റെപ്പ് 3, the requester find the service provider and then bind and invoke the service. ഓക്കെ, അത് കണക്ട് ചെയ്ത് ആ സർവീസ് പ്രൊവൈഡറായിട്ട് വേണ്ട സർവീസസ് അവർ ക്യാപ്ചർ ചെയ്യും. ക്ലിയർ? Now we are going to see the major technologies for the web service. വെബ് സർവീസിൽ ഉപയോഗിക്കുന്ന മേജർ ടെക്നോളജീസ് ആണ്. First one is XML, Extensible Markup Language അറിയാം. Then SOAP, Simple Object Access Protocol. Then SAML, Security Assertion Markup Language. അപ്പോൾ ഈ 3 ടെക്നോളജീസാണ്
നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. Now XML. First we can deal with XML. XML, as you all know, it is known as Extensible Markup Language. It is used to support web service. Markup languages uses tags to identify the document structure or presentation style and how to ഡിസ്പ്ലേ ദ കണ്ടൻറ്റ്. മാർക്കപ്പ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാമല്ലോ. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ടാഗ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഡോക്യുമെൻ്റ് സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കപ്പ് ലാംഗ്വേജ് വഴി നമുക്കൊരു കണ്ടൻറ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും. ഓക്കെ, ദ മോസ്റ്റ് കോമൺ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള HTML ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ആ മാർക്കപ്പ് ലാംഗ്വേജ് എന്താ ചെയ്യുന്നത്? ബ്രൗസറിന് പറഞ്ഞു കൊടുക്കും ഈ കണ്ടൻറ്റ് ഇങ്ങനെ വേണം, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത്. Okay, the most common markup language is HTML. It tells the browser how to display the content in the web page. XML ആണെങ്കിൽ എങ്ങനെയാണ്? XML അങ്ങനെയല്ല. XML നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. XML tags are used to represent the data or the structure of the data. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതല്ല, ഡാറ്റ തന്നെ അതിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ XML tags are used to represent data or the structure of the data. അപ്പോൾ നമ്മൾ HTML പോലെ നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ടാഗ്, HTML എപ്പോഴും എല്ലാവർക്കും അറിയാം, ഒരു പ്രീ ഡിഫൈൻഡ് ടാഗ് ഉണ്ട്, ഹെഡുണ്ട്, ഒരു ടൈറ്റിലുണ്ട് അല്ലേ, പിന്നെ ഒരു ബോഡി ഉണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ വേണ്ട കാര്യങ്ങൾ എഴുതുന്നത് അല്ലേ. പക്ഷേ XML വി ഡോണ്ട് ഹാവ് എനി പ്രീ ഡിഫൈൻഡ് ടാഗ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടാഗുകൾ നമുക്ക് യൂസ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ ഇൻ എ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റിൻ്റെ ചാപ്റ്ററിൽ വി ആർ ഹാവിങ് മോർ സബ്സെക്ഷൻസ്, 1 or more സബ്സെക്ഷൻസ്. ഓരോ സെക്ഷനകത്ത് നമുക്ക് ഓരോ സെക്ഷനകത്ത് വിൽ ബി ഹാവിങ് മോർ സബ്സെക്ഷൻസ്. ഓരോ സബ്സെക്ഷനകത്ത് വി ആർ ഹാവിങ് പാരഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്, XML പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ എന്ന് പറയുന്നൊരു ടാഗ്. ഓക്കെ, ചാപ്റ്റർ എന്ന് പറയുന്ന ടാഗിനകത്ത് സെക്ഷൻ തുടങ്ങുന്നു അല്ലേ. അപ്പോൾ സെക്ഷനകത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഇതിനകത്ത് കൊടുക്കാം. സെക്ഷനകത്ത് സബ്സെക്ഷനകത്ത് എന്തൊക്കെയുണ്ട് അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ദെൻ പാരഗ്രാഫിനകത്ത് എന്തൊക്കെയുണ്ട് അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും യു ഹാവ് ടു ക്ലോസ് ദ ടാഗ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നുണ്ട്. പാരഗ്രാഫ് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ടോ? ഓക്കെ, ആ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ലാഷ് കൊടുത്തിട്ടാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടാഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ക്ലോസ് ചെയ്യണം. അപ്പോൾ പാരഗ്രാഫ് ഇവിടെ ക്ലോസ് ചെയ്തു, സബ്സെക്ഷൻ ഇവിടെ ക്ലോസ് ചെയ്തു, സെക്ഷൻ ഇവിടെ ക്ലോസ് ചെയ്തു, ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഒരു ജനറൽ സ്ട്രക്ചർ ഓഫ് എ XML ഡോക്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന പോലെ XML ഹാസ് എ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ടാഗ്സ്. അപ്പോൾ XML ടാഗ്സിന് നമ്മളിവിടെ പറയുന്നത് എലിമെൻറ്റ്സ് എന്നാണ്. ഓക്കെ, XML ടാഗ്സിന് നമ്മൾ എലിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ദ എലിമെൻറ്റ് മേ കണ്ടെയ്ൻ ഡാറ്റ ഓർ സബ് എലിമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ എന്ന് വീണ്ടും സബ്സെക്ഷൻ പാരഗ്രാഫ് എന്ന് പറയുന്ന പോലെ ഒരു ഡാറ്റ ഉണ്ടാവും, ഡാറ്റയ്ക്കകത്ത് സബ് എലിമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നൊരു പാരാമീറ്ററും കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എലിമെൻറ്റ്സ് മേ ഹാവ് 0 or more ആട്രിബ്യൂട്ട്സ് ഉണ്ടാകാം. ചിലപ്പോൾ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല, ചിലപ്പം ആട്രിബ്യൂട്ട്സ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആട്രിബ്യൂട്ട് ഈസ് എ നെയിം വാല്യൂ പെയർ വിച്ച് അപ്പിയർ ആഫ്റ്റർ ദ എലിമെൻറ്റ് നെയിം ഇൻ ദ എലിമെൻറ്റ് സ്റ്റാർട്ട് ടാഗ്. അപ്പം നമുക്ക് എലിമെൻറ്റ് നെയിം നമ്മൾ ടാഗിനകത്ത് എലിമെൻ്റ് പേര് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എലിമെൻ്റ് പേര് കൊടുത്തു കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ടിൻ്റെ പേര് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂവും കൂടെ നമ്മളവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് ഈസ് എ നെയിം വാല്യൂ പെയർ. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് എന്താണ്? ഒരു പേരും വാല്യൂവും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു പെയറാണ്. ഓക്കെ, ആട്രിബ്യൂട്ടിൻ്റെ പേര് മാത്രമല്ല അതിനകത്തുള്ളത്, ഒരു പേരും വാല്യൂവും കൂടെ ഉള്ളതാണ്. ഓക്കെ, ഒരു പെയറാണ് വിച്ച് അപ്പിയർ ആഫ്റ്റർ ദ എലിമെൻറ്റ് നെയിം ഇൻ ദ എലിമെൻറ്റ് ടാഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, ഇതൊരു എക്സാമ്പിളാണ്. ഇതിലിതാ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ടാഗാണ്. ഓക്കെ, XML ടാഗാണ്. ഇതിൻ്റെ XML വേർഷനാണ് പറയുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് തുടങ്ങാം. പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പർച്ചേസ് ഓർഡറിൻ്റെ അകത്താണ് ഷിപ്പ് ടു എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് വരുന്നത്. ഓക്കെ, സബ് എലിമെൻ്റ് ആണ്. അപ്പോൾ ആ എലിമെൻ്റ് അകത്ത് കണ്ടോ ഷിപ്പ് ടു കഴിഞ്ഞിട്ട് കണ്ടോ കൺട്രി, ദിസ് ഈസ് ആൻ ആട്രിബ്യൂട്ട്. കൺട്രി ഈക്വൽ ടു ഇന്ത്യ. ഓക്കെ, അപ്പം കൺട്രി ഈക്വൽ ടു ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. അതാണ് നെയിം ആൻഡ് വാല്യൂ പെയർ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പേരും ഒരു വാല്യൂ അടങ്ങിയിരിക്കുന്ന ഒരു പെയറാണ്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, നെയിം വാല്യൂ പെയർ.
okay, which after the element name, which appear after the element name, okay, in the element start tag. ഇപ്പോൾ എലിമെൻറ്റ് സ്റ്റാർട്ട് ടാഗിൽ എലിമെൻറ്റിൻ്റെ പേര് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പേരും വാല്യൂയും അടങ്ങിയിരിക്കുന്ന ഒരു പെയറാണ് എന്ത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു XMLൻ്റെ ഒരു ജനറൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രക്ചർ. പർച്ചേസ് ഓർഡർ, ഷിപ്പ് ടു, അതിനകത്ത് ഷിപ്പ് ടുക്കകത്ത് നമുക്ക് ആട്രിബ്യൂട്ട് ഉണ്ട്, അതിൻ്റെ വാല്യൂ ഉണ്ട്. അതിനകത്ത് ഷിപ്പ് ടുക്കകത്ത് വരുന്ന സബ്സെക്ഷനാണ് ഓരോ വാല്യൂസ്. നെയിം എന്താണെന്നുള്ളതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നു, നെയിം എഴുതി കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, പിന്നെ ഇത്രയാണ് ഷിപ്പ് ടുക്കകത്ത് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഷിപ്പ് ടു നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ദെൻ ഐറ്റംസ് തുടങ്ങുന്നു. ഐറ്റം പാർട്ട് നമ്പർ, ഐറ്റമിനകത്ത് വരുന്നതാണ് ഐറ്റം പാർട്ട് നമ്പർ, ആ വാല്യൂ കൊടുക്കുന്നു. ഐറ്റം പാർട്ട് നമ്പറിനകത്താണ് സബ്സെക്ഷനായിട്ട് വരുന്ന പ്രോഡക്റ്റ് നെയിം, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്. ഐറ്റം ക്ലോസ് ചെയ്യുന്നു. ദെൻ ഐറ്റം പാർട്ട് നമ്പർ, രണ്ടാമത്തെ ഐറ്റം. ഓക്കെ, ഇവിടെ 2 ഐറ്റംസാണ് ഇവിടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഐറ്റം ഇത്, സെക്കൻഡ് ഐറ്റം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വിൽ ബി ക്ലോസിങ്, അതെല്ലാം കഴിഞ്ഞിട്ട് വിൽ ക്ലോസിങ് ദ ഐറ്റം ടാഗ്. ഫൈനലി വിൽ ബി ക്ലോസിങ് ദ പർച്ചേസ് ഓർഡർ ടാഗ്. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ XML ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡാറ്റയെ നമ്മൾ ഇതിനകത്ത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് യൂസിങ് XML. അപ്പോൾ ഇതൊന്നും നമ്മുടെ പ്രീ ഡിഫൈൻഡ് ടാഗ്സ് അല്ല, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ടാഗുകളാണ്. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ടാഗ്സ് ആണ് ഇതെല്ലാം. ഷിപ്പ് ടു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്രീ ഡിഫൈൻഡ് ടാഗ്, നമ്മൾ യൂസർ കൊടുക്കുന്ന ടാഗാണ്. ക്ലിയർ? നൗ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡെഫിനിഷൻ. അതായത് നമുക്ക് ഇതിൻ്റെ നമ്മൾ ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്കീമ ഡിഫൈൻ ചെയ്യുന്നത് പോലെ ഉള്ളൊരു ഇതാണ് ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ദേ ആർ ഡിഫൈനിങ് ദ സ്കീമ ഓർ ദ സ്ട്രക്ചർ ഓഫ് ദ XML ഡോക്യുമെൻറ്റ്. ഓക്കെ, അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ എലിമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ആട്രിബ്യൂട്ട് ഉണ്ടോ, അതിൻ്റെ ടൈപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നത്. അതാണ് ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ആൻ XML സ്കീമ. ഓക്കെ, XML സ്കീമ റൂൾസ് അടങ്ങിയിട്ടുള്ളതാണ്. ദാറ്റ് കണ്ടെയ്ൻസ് ദ റൂൾസ് ഫോർ ഇൻ്റർപ്രറ്റിംഗ് ദ ഡോക്യുമെൻറ്റ് കണ്ടൻറ്റ്. That contains the rules for interpreting the document contents. Clear? എന്തൊക്കെയാണ് റൂൾസ്? ഫസ്റ്റ് വൺ, എലിമെൻറ്റ് ടൈപ്പ്. ഏതൊക്കെ എലിമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? സ്ട്രിങ് ആണോ, ഡെസിമൽ ആണോ? ഓക്കെ, ഇറ്റ് ഈസ് ആൻ എലിമെൻറ്റ് ഓപ്ഷണൽ ഓർ ഹൗ മെനി ടൈംസ് ഇറ്റ് ക്യാൻ ഒക്കർ. എലിമെൻറ്റ് ഓപ്ഷണൽ ആണോ? അതായത് ചില ആട്രിബ്യൂട്ട്സ് ഒന്നും വേണ്ട, ചില എലിമെൻറ്റ്സ് ഒക്കെ ഓപ്ഷണലാണ്. ഓക്കെ, ഓപ്ഷണൽ എലിമെൻറ്റ്സ് ഏതൊക്കെ, എലിമെൻറ്റ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ടാഗ് ഹാവ് എനി ആട്രിബ്യൂട്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണ്, ടൈപ്പ് എന്താണ്. ദെൻ കണ്ടൻറ്റ് ഓഫ് ദ എലിമെൻറ്റ്സ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പ് ടു അല്ലേ, പിന്നെ അതിനകത്ത് പേര്, ഐറ്റമിനകത്ത് ഐറ്റം ID എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡാറ്റ, സബ് എലിമെൻറ്റ് എന്തൊക്കെയാണ്. ദെൻ സീക്വൻസ് ഓഫ് നെസ്റ്റിംഗ് ആൻഡ് ദെയർ നെസ്റ്റിംഗ്. ഓരോ നമ്മൾ നെസ്റ്റ് ചെയ്തല്ലേ വരുന്നത്, അകത്തോട്ട്. ഇപ്പോൾ നമ്മൾ ഷിപ്പ് ടുക്കകത്ത് നമ്മൾ പ്രോഡക്റ്റ് വന്ന്, പ്രോഡക്റ്റിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് പ്രൈസിനകത്ത് വേറെ കാര്യങ്ങൾ, അങ്ങനെ നെസ്റ്റ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നെസ്റ്റിംഗ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ റൂൾസിൽ പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡെഫിനിഷൻ. ക്ലിയർ? ഇതാണ് XML നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ടെക്നോളജീസ് മാത്രം പറഞ്ഞാൽ മതി. ഡിഫറെൻറ്റ് ടെക്നോളജീസ് ഇൻ വെബ് സർവീസ്, അത് ഫസ്റ്റ് XML കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് സിമ്പിൾ ഓബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ, ദാറ്റ് ഈസ് നോൺ ആസ് SOAP. ഇപ്പോൾ SOAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു എക്സ്ചേഞ്ച് സ്ട്രക്ചർ ഇൻഫർമേഷൻ ഇൻ ദ ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് വേണ്ട ചില ഇൻഫർമേഷൻസ് സെക്യൂറായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻസ് സെക്യൂറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ ഓബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 വേ മെസ്സേജ് ട്രാൻസ്ഫറാണ്. ഒരു ക്ലയൻറ്റും സെർവറും തമ്മിൽ ഒരു 1 വേ മെസ്സേജ് ട്രാൻസ്ഫറാണ്. ഓക്കെ, ഇത് ഒരു SOAP മെസ്സേജിനകത്ത് ഒരു 1 വേ കാണത്തുള്ളൂ, ക്ലയൻറ്റ് ടു സെർവർ. ഓക്കെ, പിന്നെ വേറൊരു SOAP മെസ്സേജിലായിരിക്കും സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ 2 മെസ്സേജ് വേണം ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു SOAP കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 1 വേ മെസ്സേജ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. ഇപ്പോൾ SOAP മെസ്സേജ് ഈസ് ആൻ XML ഡോക്യുമെൻറ്റ് വിത്ത് ആൻ എൻവലപ്പ് വിച്ച് ഹാസ് ഹെഡർ ആൻഡ് ബോഡി. ഇപ്പോൾ ഈ SOAP എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു XML ഡോക്യുമെൻറ്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. അതിനകത്ത് ഒരു
എൻവലപ്പ് വെച്ചിട്ടുണ്ട്. XML ഡോക്യുമെൻറ്റിനകത്ത് ഒരു എൻവലപ്പ്, ആ എൻവലപ്പിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ സെക്യൂർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എൻവലപ്പിനകത്ത് എന്തൊക്കെയുണ്ട്? ആ എൻവലപ്പിനകത്ത് 2 കാര്യങ്ങളുണ്ട്, ഹെഡർ, ബോഡി. ഓക്കെ, ഈ ഹെഡറിനകത്ത് എന്താണ്, ബോഡിക്കകത്ത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സോപ്പ് മെസ്സേജ് ഈസ് നത്തിങ് ബട്ട് ആൻ XML ഡോക്യുമെൻറ്റ് ഹാവിങ് ആൻ എൻവലപ്പ്. ദ എൻവലപ്പ് കണ്ടെയ്ൻസ് ഹെഡർ ആൻഡ് ബോഡി. ദ ഹെഡർ ഇൻക്ലൂഡ്സ് എന്തൊക്കെയുണ്ട്? ഹെഡർ ഇൻക്ലൂഡ്സ് എൻക്രിപ്ഷൻ അൽഗോറിതം. നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന അൽഗോറിതംസ് ഏതാണ്, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്താണ്. ഓക്കെ, ഇപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഈ ഹെഡറിനകത്താണ് വരുന്നത്. ഓക്കെ, നമ്മൾ യഥാർത്ഥ പേലോഡ് വരുന്നത്, മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ വരുന്നത് ബോഡിക്കകത്താണ്. ഓക്കെ, ബോഡി കണ്ടെയ്ൻസ് ദ ആക്ച്വൽ മെസ്സേജ് ഓർ ദ ഡാറ്റ. ക്ലിയർ? ഇനി ഈ സോപ്പ് മെസ്സേജ് നമ്മൾ ഏതിനകത്തൂടെയാണ് നമ്മൾ കടത്തിവിടുന്നത്? സോപ്പ് മെസ്സേജ് ആക്ച്വലി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ HTTP അല്ലെങ്കിൽ SMTP അതുപോലത്തെ പ്രോട്ടോക്കോളിലായിരിക്കും ഇത് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോപ്പ് മെസ്സേജസ് ആർ എംബഡഡ് ഇൻ ടു HTTP റിക്വസ്റ്റ് ഓർ റെസ്പോൺസ് മെസ്സേജ് ഓർ SMTPയിലും ആകാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടോക്കോൾസിലായിരിക്കും ഇത് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വെറുതെ എങ്ങനെ എംബഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ മാപ്പ് ചെയ്യണം. അപ്പോൾ മാപ്പിംഗ് ബിറ്റ്വീൻ ദ സോപ്പ് മെസ്സേജ് ആൻഡ് ദിസ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ HTTP ഓർ SMTP ഈസ് കോൾഡ് ബൈൻഡിങ്. അതിനെയാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ സോപ്പ് മെസ്സേജിന് നമ്മൾ ഈ പറഞ്ഞ HTTP അല്ലെങ്കിൽ SMTP പ്രോട്ടോക്കോളിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതർ വി വിൽ യൂസ് എ ഗെറ്റ് റിക്വസ്റ്റ് ഓർ എ പോസ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, പോസ്റ്റ് റിക്വസ്റ്റോ ഗെറ്റ് റിക്വസ്റ്റോ വഴിയാണ് നമ്മൾ ബൈൻഡിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം, ഈ സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ആ URL തന്നെ കൊടുക്കുന്നതാണ് ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ URL അല്ല കൊടുക്കുന്നത്, ബോഡിയിലാണ് കൊടുക്കുന്നത്. ബോഡിയിലാണ് നമ്മൾ ഈ പറഞ്ഞ സെക്യൂരിറ്റി കാര്യങ്ങളും കണ്ടൻറ്റും എല്ലാം കൊടുക്കുന്നത്. അതാണ് പോസ്റ്റ് റിക്വസ്റ്റ്. അപ്പോൾ ഈ ബൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എ ഗെറ്റ് റിക്വസ്റ്റ് ഓർ എ പോസ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, ഇനി സോപ്പ് മെസ്സേജസിൽ മേ ഓൾസോ കണ്ടെയ്ൻ റിമോട്ട് പ്രൊസീജിയർ കോൾ. ഓക്കെ, RPC കോൾ നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി. ക്ലിയർ? അപ്പോൾ എന്താണ് നമുക്കൊരു സോപ്പ് മെസ്സേജ് ഇൻ HTTP പോസ്റ്റ് റിക്വസ്റ്റ്. നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റിൽ നമ്മൾ ഉള്ളൊരു സോപ്പ് മെസ്സേജാണ് ഇത്. HTTP പോസ്റ്റ് റിക്വസ്റ്റാണ്. ഓക്കെ, ഇതുപോലെ റെസ്പോൺസും ഉണ്ട്. അപ്പോൾ ഇത് ഒരു സോപ്പ് മെസ്സേജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സോപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ 1 വേ ആണ് അല്ലേ? നമ്മൾ 1 വേ ആണെന്ന് പറഞ്ഞു അല്ലേ? 1 വേ ആണ്, 1 വേ മെസ്സേജാണ്. അപ്പോൾ 2 സോപ്പ് മെസ്സേജാണ്. ഒരു റിക്വസ്റ്റ് കൊടുക്കുക ഒരു മെസ്സേജ്, അടുത്ത റെസ്പോൺസ് ഉണ്ടാകും വേറൊരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റിക്വസ്റ്റ് നോക്കാം. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ XMLൻ്റെ അതേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. XML വേർഷൻ. ഓക്കെ, സോപ്പ്, ഇവിടെയാണ് സോപ്പ് തുടങ്ങുന്നത്. സോപ്പ് ആ എൻവലപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എൻവലപ്പിനകത്ത് നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഹെഡറില്ല, ജസ്റ്റ് ബോഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻവലപ്പിൽ XML നെയിം സ്പേസ്, ഇപ്പോൾ സോപ്പ് നമ്മുടെ ആ ഒരു URL കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി, ഓക്കെ, ബോഡിക്കകത്ത് നമുക്ക് ആ കണ്ടൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ URL നിന്ന് പ്രൈസ് എടുക്കണം നമുക്ക്. ഓക്കെ, ഗെറ്റ് പ്രൈസ് എടുക്കണം, ആ സ്റ്റോക്കിൻ്റെ പേര് എടുക്കണം, പിന്നെ അതിൻ്റെ പ്രൈസ് എടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സോപ്പ് നമ്മൾ ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം. ഫൈനലി നമ്മൾ എൻവലപ്പും ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതാണൊരു HTTP പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ XML ഡോക്യുമെൻ്റ് തന്നെയാണ്, അതിനകത്ത് എന്തുണ്ട്, ഒരു എൻവലപ്പ് കൊടുത്തിട്ടുണ്ട്. എൻവലപ്പിനകത്ത് എന്തൊക്കെയുണ്ട്, ഹെഡറും നമ്മുടെ ബോഡിയും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. സെയിം മെത്തേഡ്, സോപ്പ് ഇവിടെ നമ്മൾ എൻവലപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനകത്ത് നമ്മൾ അതേ URL കൊടുത്തു, ബോഡിക്കകത്ത് ആ URL പ്രൈസ് എടുക്കേണ്ട URL കൊടുത്തു, അതിൽ നമ്മൾ പ്രൈസ് എടുക്കുന്നു, ഗെറ്റ് പ്രൈസ് റെസ്പോൺസ് എടുക്കുന്നു, പ്രൈസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഗെറ്റ് പ്രൈസ് റെസ്പോൺസ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോപ്പ് ക്ലോസ് ചെയ്യുന്നു, എൻവലപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഒരു സോപ്പ് മെസ്സേജ് ഇൻ HTTP റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഒന്നുമല്ല, ഒരു XML ഡോക്യുമെൻ്റാണ് സോപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ചുകൂടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എൻവലപ്പ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ എൻവലപ്പിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, ഹെഡറും നമ്മുടെ ബോഡിയും. ഹെഡറിനകത്താണ് സെക്യൂരിറ്റി എൻക്രിപ്ഷനും സിഗ്നേച്ചർ കാര്യങ്ങളെല്ലാം ഹെഡറിനകത്ത് കൊടുക്കുന്നു, ബോഡിക്കകത്ത് നമ്മൾ പേലോഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സോപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു HTTP അല്ലെങ്കിൽ SMTP റിക്വസ്റ്റിനകത്താണ് അതിനകത്താണ് നമ്മളിത് എംബെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് എംബെഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈൻഡിങ് ചെയ്യാൻ നമ്മൾ ഒന്നുകിൽ പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റിൽ നമ്മൾ ബൈൻഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഗെറ്റ് റിക്വസ്റ്റിൽ കൊടുക്കും. ഇത്രയേ ഉള്ളൂ SOAP-ൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് SAML. മൂന്നാമത്തെ ടെക്നോളജിയാണ് SAML. ഇത് കുറച്ചുകൂടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, സെക്യൂരിറ്റി അസേർഷൻ മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ ഒരു വെബ് സൈറ്റ് വ്യൂ ചെയ്യാണ്, അതിൻ്റെ യൂസർ ID പാസ്വേഡ് വെച്ചിട്ടായിരിക്കും അത് വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും യൂസർ ID പാസ്വേഡ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇയാളൊരു ട്രസ്റ്റഡ് ആണെന്നുള്ളത് ഫസ്റ്റ് വെബ്സൈറ്റ് മനസ്സിലായി. അതിന് ലിങ്ക് ചെയ്തിരിക്കുന്ന വേറൊരു വെബ്സൈറ്റ് ആണെങ്കിൽ ഇതേ യൂസർ ID പാസ്വേഡ് വീണ്ടും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുന്നു, അവരൊരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ആ കുക്കിക്കകത്ത് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ സാധനം രണ്ടാമത്തെ ആ ലിങ്കിനോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലാകും ദിസ് ഈസ് ആൻ ഓതൻറ്റിക്കേറ്റഡ് യൂസർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് യൂസർ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് SAML കൺസിഡർ എ പ്രിൻസിപ്പൽ C എന്ന് പറയുന്നത് ക്ലയൻറ്റ് അല്ലെങ്കിൽ യൂസർ എന്ന് പറയാം. ഓക്കെ, പ്രിൻസിപ്പൽ C ക്ലയൻറ്റ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ. SP1 നമ്മൾ സർവീസ് പ്രൊവൈഡറാണെന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് ഫോർ ദ സർവീസ് പ്രൊവൈഡർ SP1. SP1-ൻ്റെ ക്ലയൻറ്റാണ്, സർവീസ് പ്രൊവൈഡറായ SP1-ൻ്റെ ക്ലയൻറ്റാണ് ആര്, നമ്മുടെ പ്രിൻസിപ്പൽ, അതായത് നമ്മുടെ യൂസർ. ഈച്ച് ടൈം C request a service from SP1 needs to be authenticated through login name password. ഓക്കെ, ഓരോ സമയത്തും C എന്ത് ചെയ്യുന്നു, SP1-ൻ്റെ സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് യൂസർ IDയും പാസ്വേഡും വെച്ചിട്ടാണ്. SP1, അപ്പോൾ ഇവിടെയാണ് നമ്മളിനി ഈ യൂസർ ID വീണ്ടും അടിക്കാതിരിക്കാനുള്ള കൺവീനിയൻസ് ഇവിടെ അതിനകത്ത് കൊടുക്കുന്നത്. SP1 store the C's identity as a cookie in C's browser. വൺസ് യൂസർ ID ലോഗിൻ ചെയ്ത് ഓതൻറ്റിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ Cയുടെ ഐഡൻറ്റിറ്റി, അതായത് ഈ ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി വിൽ ബി സ്റ്റോർഡ് ഇൻ ദ കുക്കി, ആ ബ്രൗസറിൻ്റെ കുക്കിയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ആര് സ്റ്റോർ ചെയ്യും, ദ സർവീസ് പ്രൊവൈഡർ വിൽ സ്റ്റോർ. ദ ഇൻഫർമേഷൻ ഓഫ് ദ C മേ ഓൾസോ ബി സ്റ്റോർഡ് അറ്റ് ദ സെർവർ. ഓക്കെ, ഈ സിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഈ SP1-നകത്തും ഉണ്ടാവും, സെർവറിനകത്തും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനിയാണ് അടുത്ത ഇത് വരുന്നത്. സപ്പോസ് C വിഷസ് ടു യൂസ് എ സർവീസ് ഓഫ് അനദർ പ്രൊവൈഡർ SP2. അപ്പോൾ ഇനി Cക്ക് ഇനി വേറൊരു സർവീസ് അല്ലെങ്കിൽ വേറൊരു സെർവറിൻ്റെ സർവീസ് വേണം. SP2 എന്ന് പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ സർവീസ് വേണം. അപ്പോൾ ഈ SP2 എന്ന് പറയുന്നത് SP1-ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓൺ വാട്ട് ബേസിസ് മൈറ്റ് SP2 ട്രസ്റ്റ് C? ഇനി എന്ത് ബേസിസിൽ ഈ SP2 Cനെ ട്രസ്റ്റ് ചെയ്യും? SP1 C ട്രസ്റ്റഡ് ആണ് അല്ലേ, ഇനി SP2 എങ്ങനെ Cയെ ട്രസ്റ്റഡ് ആക്കും? ഇഫ് ഹവർ SP1 ആൻഡ് SP2 ഷെയർ എ ട്രസ്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ SP1 SP2 എന്ന് പറയുന്നത് ട്രസ്റ്റഡ് റിലേഷൻഷിപ്പ് ഉള്ള രണ്ട് സെർവേഴ്സാണ്, രണ്ട് സർവീസ് പ്രൊവൈഡേഴ്സാണ്. SP2 could read the cookie stored in the C's browser created by SP1. അപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് SP1 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കീസ് ആർക്ക് റീഡ് ചെയ്യാൻ പറ്റും? SP2-ന് റീഡ് ചെയ്യാൻ പറ്റും. SP2 could read the cookie stored in the C's browser created by the SP1. ഓക്കെ, അപ്പോൾ ദ കുക്കി കുഡ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സച്ചസ്. അപ്പോൾ ആ കുക്കിക്കകത്ത് എന്ത് ഇൻഫർമേഷൻ ആയിരിക്കും ഉള്ളത്? ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, SP1 ട്രസ്റ്റ് C. SP1 എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡർ Cയെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് ഉണ്ടാവും. ഇഫ് SP2 നോസ് ദാറ്റ് SP1 ട്രസ്റ്റ് C, then SP2 might also be willing to trust C. അപ്പോൾ SP2 മനസ്സിലാക്കുകയാണ് SP1 എന്തായാലും Cയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. SP1-ഉം SP2-ഉം തമ്മിലൊരു ട്രസ്റ്റഡ് റിലേഷൻഷിപ്പും ഉണ്ട്.
അതുകൊണ്ട് SP2-ന് എന്ത് ചെയ്യാൻ പറ്റും, സിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എടുക്കാം. പക്ഷേ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ട്. The browser do not allow cookie created by one server to be dispatched to a server in different domain. ഇപ്പോൾ വേറൊരു ഡൊമൈനിലുള്ള ഒരാൾക്ക് ഒരു സെർവറിലേക്ക് ഈ കുക്കി ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കുക്കി ക്രിയേറ്റ് ചെയ്തത് www.cic.iitbombay.ac.in. ഓക്കെ, അങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഒരു കുക്കി ക്രിയേറ്റ് ചെയ്ത ബ്രൗസറിനകത്ത് കൊടുത്തത്. ഓക്കെ, അത് ആർക്ക് റീഡ് ചെയ്യാൻ പറ്റും? അതേ ഡൊമൈനിലുള്ള വേറെ ഡിപ്പാർട്ട്മെൻറ്റ് റീഡ് ചെയ്യാൻ പറ്റും. IITB ഉണ്ട് ഇവിടെ, IITB.ac.in. ഓക്കെ, ഇവിടെ തെറ്റിപ്പോയി, IITB ഉണ്ട് കേട്ടോ, IITB.ac.in. അവർക്കത് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഡൊമൈൻ IITK.ac, IIT Kharagpur.ac.in എന്ന് പറയുന്ന ആ ഡൊമൈനിന് ഇത് ഈ കുക്കി റീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്, പക്ഷേ അവർ വേറെ ഡൊമൈനാണ്, രണ്ടും വേറെ ഡൊമൈനാണ്. ഇത് IITB, ഇത് രണ്ടും IITB ആണ്. ഇത് IITB ആണ് കേട്ടോ, IITB ആണ്, ഇത് IITK ആണ്. അപ്പോൾ ആ കുക്കി CSE IITB ക്രിയേറ്റ് ചെയ്യുന്ന കുക്കി IITB.ac-ക്ക് റീഡ് ചെയ്യാൻ പറ്റും, പക്ഷേ CSE IITK-ക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഈ പറയുന്ന പ്രോബ്ലം. ഇപ്പോൾ ബ്രൗസർ ഡു നോട്ട് അലൗ കുക്കീസ് ക്രിയേറ്റഡ് ബൈ വൺ സെർവർ ടു ബി ഡിസ്പാച്ച് ടു എ സെർവർ ഇൻ ഡിഫറെൻറ്റ് ഡൊമൈൻ. ഓക്കെ, ഇപ്പോൾ വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈനിലേക്ക് അത് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആ സമയത്താണ് നമ്മൾ SAML എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഈ ഫ്രെയിം വർക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഇവിടെ. ഓക്കെ, ഇപ്പോൾ എന്താണ് SAML എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം SAML എന്ന് പറയുന്ന സെക്യൂരിറ്റി അസേർഷൻസ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പം SAML വർക്കസ് ആൻഡ് ഐഡൻറ്റിറ്റി പ്രൊവൈഡർ. അപ്പോൾ SAML ആയിരിക്കും ഇതിനൊരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കാൻ പോകുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി പ്രൊവൈഡർ. അപ്പോൾ SAML പറഞ്ഞു കൊടുക്കും ഇയാളൊരു ഓതറൈസ്ഡ് യൂസറാണെന്നുള്ളത് വേറെ അടുത്ത ഡൊമൈനിലേക്കും അത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ SP1 എന്ന് പറഞ്ഞു അല്ലേ, ഫസ്റ്റ് SP1 സർവീസ് പ്രൊവൈഡർ 1, അയാളാണ് ഈ കുക്കി ക്രിയേറ്റ് ചെയ്തത്. അയാളെ നമ്മൾ ഒരു പേജ് കൊടുത്ത് വിളിക്കും, അതാണ് അസേർട്ടിംഗ് പാർട്ടി. അസേർട്ടിംഗ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കുക്കി ക്രിയേറ്റ് ചെയ്ത് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആളാണ് അസേർട്ടിംഗ് പാർട്ടി എന്ന് പറയുന്നത്. SP2 ഈസ് എ കൺസ്യൂമർ ഓഫ് അസേർഷൻ. ഇപ്പോൾ SP2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അസേർഷൻ്റെ ഈ കുക്കിയുടെ കൺസ്യൂമറാണ് SP2 എന്ന് പറയുന്നത്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേയിങ് പാർട്ടി. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻറ്റിറ്റീസാണ് SAML നമുക്ക് പറയാനുള്ളത്. ഐഡൻറ്റിറ്റി പ്രൊവൈഡർ SAML തന്നെയാണ് ഈ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ എന്ന് പറയുന്നത്. ദെൻ SP1 എന്ന് പറയുന്ന അസേർട്ടിംഗ് പാർട്ടി, SP2 എന്ന് പറയുന്ന റിലേയിങ് പാർട്ടി. നൗ we are going to discuss the 3 type of SAML assertions and their XML syntax. ഇപ്പോൾ നമ്മൾ 3 type of SAML assertions നമ്മൾ പറയാൻ പോവാണ്. ഫസ്റ്റ് വൺ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ആട്രിബ്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഓതറൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് 3 സ്റ്റേറ്റ്മെൻറ്റുമാണ് ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ്, 3 സെക്യൂരിറ്റി കാര്യങ്ങളാണ്: ഓതൻറ്റിക്കേഷൻ, ആട്രിബ്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഓതറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്: ദ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ I authenticate a principal C using a particular authentication method at a particular point of time. അതായത് ഈ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ഈ SAML എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു, ഓതൻറ്റിക്കേറ്റ് ദ പ്രിൻസിപ്പൽ C, അതായത് ആ ക്ലയൻറ്റിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും യൂസിങ് ആൻ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്. ഒരു ഓതൻറ്റിക്കേഷൻ മെത്തേഡ് യൂസർ ID പാസ്വേഡ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീ ആകാം. അത് വെച്ച് അതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആട്രിബ്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ അതായത് SAML സെറ്റ് ദ വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് A ടു ദ പ്രിൻസിപ്പൽ C ഈസ് A. അതായത് ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ഒരു A എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന് പ്രിൻസിപ്പൽ, അതായത് ക്ലയൻറ്റിൽ അതിന് ഒരു A എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിൻ്റെ വാല്യൂ A എന്നും പറഞ്ഞ് കൊടുക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നുമില്ല, ആട്രിബ്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ഒരു ആട്രിബ്യൂട്ട് A എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു ആട്രിബ്യൂട്ട് നെയിമിന് അതിൻ്റെ വാല്യൂ A എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും ഫോർ ദ ക്ലയൻറ്റ്. ഓക്കെ,
മൂന്നാമത്തത് ഓതറൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തതാണ് ഓതറൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ഐ സ്പെസിഫൈ ദാറ്റ് എ പ്രിൻസിപ്പൽ സി ഈസ് പെർമിറ്റഡ് ടു പെർഫോം ആൻ ആക്ഷൻ ഓർ ഓപ്പറേഷൻ ഓൺ റിസോഴ്സ് ആർ. ഓതറൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ SAML ഈ പ്രിൻസിപ്പളിന് ഏതൊക്കെ റിസോഴ്സസ് അതിന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ്. അതാണ് ഓതറൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഐ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡർ നമ്മുടെ സിയെ നമ്മുടെ ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും, ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നുള്ളത് നോക്കും. ഓക്കെ, യൂസിങ് ദ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്. നമ്മൾ യൂസർ ഐഡിയോ പാസ്വേഡോ എന്താ വെച്ചിട്ട് ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, മറ്റത് ആട്രിബ്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആട്രിബ്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്ന സർവീസ് ഐ എന്ന് പറയുന്ന SAML എന്ത് ചെയ്യുന്നു, ഒരു ആട്രിബ്യൂട്ട്, ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു ആട്രിബ്യൂട്ട് എ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. സ്മോൾ എ. ഓക്കെ, ഈ സ്മോൾ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു വാല്യൂ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ അവരങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കും. ആട്രിബ്യൂട്ടിന് ഒരു വാല്യൂ ഈ SAML തന്നെ അസൈൻ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഓതറൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പളിന് ഏതൊക്കെ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊടുക്കും. അതാണ് ഓതറൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസേർഷൻ ടൈപ്സ്. SAML യൂസസ് XML ഫോർ എക്സ്പ്രസിങ് ദ അസേർഷൻ അബൌട്ട് എ പ്രിൻസിപ്പൾ. അപ്പം SAML ഈ അസേർഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ XML ഡോക്യുമെൻറ്റിനകത്ത് തന്നെയാണ്, XMLനകത്ത് തന്നെയാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഒരു അസേർഷൻ, ഒരു എക്സാമ്പിൾ ഫോർ ആൻ അസേർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, SP1. ഇപ്പോൾ ഇത് XMLനകത്ത് വരുന്ന സാധനമാണ് കേട്ടോ. SP1 ഓതൻറ്റിക്കേറ്റഡ് C. ഓക്കെ, ഇപ്പോൾ സർവീസ് പ്രൊവൈഡർ 1 സിയെ ഓതൻറ്റിക്കേറ്റ് ചെയ്തു. എന്ത് വെച്ചിട്ട്? യൂസിങ് പാസ്വേഡ് ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ. ഒരു പാസ്വേഡ് കൊടുത്തു. ഓക്കെ, എപ്പോഴാണ് കൊടുത്തത്, എപ്പോഴാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്തത്? 1 ഫെബ്രുവരിയിലാണ് അത് ചെയ്തത്. ഏത് സമയം? ഇതാണ് സംഭവം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഹിയർ SP1 ഈസ് ദ അസേർട്ടിംഗ് പാർട്ടി. ഓക്കെ, ഇപ്പോൾ SP1 ആണ് അസേർട്ടിംഗ് പാർട്ടി. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കുക്കി ക്രിയേറ്റ് ചെയ്യാൻ പോണത് SP1 ആണ്. ഓക്കെ, അടുത്തതായി നമ്മൾ കാണുന്ന ഒരു SAML അസേർഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊരു ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് നമ്മുടെ പ്രിൻസിപ്പൾ, നമ്മുടെ ക്ലയൻറ്റിൻ്റെയും പിന്നെ നമ്മുടെ ഇഷ്യൂവർ, നമ്മുടെ സർവീസ് പ്രൊവൈഡറിൻ്റെയും ഐഡൻറ്റിറ്റീസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതെങ്ങനെ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നു, അതിൻ്റെ ഓതൻറ്റിക്കേഷൻ പാരാമീറ്റേഴ്സ്, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ വേർഷനൊക്കെയാണ്, SAML വേർഷൻസും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തത് ലൈൻ 2 ടു ലൈൻ 6, ഇത്രയും എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയറിനെയും, ഒരു പ്രിൻസിപ്പളിനെയും ഒരു ഇഷ്യൂവറിനെയും, അതായത് ഒരു സർവീസ് പ്രൊവൈഡറിനെയും ഒരു ക്ലയൻറ്റിനെയും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഇഷ്യൂവറുണ്ടോ, ഇഷ്യൂവറാണ് നമ്മുടെ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. SP1, നേരത്തെ കണ്ട SP1. അപ്പോൾ SP1നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആ ഇഷ്യൂവറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു URL വെച്ചിട്ടാണ്. കണ്ടോ, ഈ URL വെച്ചിട്ടാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. admin.iitb.ac അതാണ് അതിൻ്റെ ഐഡൻറ്റിഫയർ. ഇനി ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൾ. അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ഇമെയിൽ ID വെച്ചിട്ടാണ്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. SAML സബ്ജക്റ്റ് നെയിം ID അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ ID ആണ്. ഓക്കെ, അതാണ് കുറച്ച്. അപ്പോൾ അത് പിന്നെ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്ന് ഐഡൻറ്റിഫയർ കൊടുത്തിട്ട് അതെല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. ഇനി ഈ ലൈൻ 8 തൊട്ട് നമ്മുടെ ഈ 11, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാലിഡിറ്റി, ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ വാലിഡിറ്റി എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതാണ് SAML കണ്ടീഷൻസ് നോട്ട് ബിഫോർ 1/2/2010, അതിൽ 8/26 തൊട്ട് തുടങ്ങും. അത് അവസാനിക്കുന്നത് 2/2/2010 10:00 ഇത് അവസാനിക്കുന്നു. ഓക്കെ, അതായത് ഏകദേശം ഒരു 26 മണിക്കൂറോളം ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടെന്നുള്ളത്, ഓതൻറ്റിക്കേഷൻ വാലിഡിറ്റി ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് ഈ ലൈൻ 12 എന്ന് പറയുന്നത് ഒരു ഓതൻറ്റിക്കേഷൻ, ഈ നമ്മുടെ ഈ പ്രിൻസിപ്പൾ ഓതൻറ്റിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ ക്ലയൻറ്റ് ഓതൻറ്റിക്കേറ്റ് ചെയ്തത് ഏത് സമയത്താണെന്നുള്ളതാണ്. നമ്മൾ അത് ഏതാണ്ട് ഈ സമയം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, ഓതൻറ്റിക്കേഷൻ SAML ഓതൻറ്റിക്കേഷൻ ഓതൻറ്റിക്കേഷൻ ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടൈം അറ്റ് വിച്ച് ദ പ്രിൻസിപ്പൾ ഓർ ദ സബ്ജക്റ്റ് ഹാസ് ബീൻ ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ പറയുന്നത്. പിന്നെ ഈ ഇത് SAML ലൈൻ 13 തൊട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ എന്ത് വെച്ചിട്ടാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുള്ളതാണ്. പാസ്വേഡ് വെച്ചിട്ടാണ് പ്രിൻസിപ്പളിനെ നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഡീറ്റെയിൽസ് പറയുന്നത്. അതായത് 13 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങൾ, അല്ല 13 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ 12 ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൾ ഏത് സമയത്താണ് അതിൻ്റെ ഓതൻറ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ത് വെച്ചിട്ടാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പാസ്വേഡ് വെച്ചിട്ടാണ് ഓതൻറ്റിക്കേഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു SAML അസേർഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം SAML ഇറ്റ് ഈസ് ആൻ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് ഐഡൻറ്റിറ്റീസ് ഓഫ് ഇഷ്യൂവർ ആൻഡ് പ്രിൻസിപ്പൾ. നമ്മുടെ പ്രിൻസിപ്പളിൻ്റെയും ഇഷ്യൂവറിൻ്റെയും ഐഡൻറ്റിറ്റീസ് അതിനകത്തുണ്ടാവും. ലൈൻ 2 to 6 ഉണ്ടോ, 2, 4, 5, 6 വരെയുള്ള എന്താണ് 2 to 6 URL യൂസ് ടു ഐഡൻറ്റിഫൈ ദ ഇഷ്യൂവറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന URL വെച്ചിട്ടാണ്, ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് പ്രിൻസിപ്പളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 8 to 11 ലൈൻ 8 to 11 ലൈൻ 8 to 11 ഉണ്ട്. ഇതെന്താണെന്ന് അറിയാലോ, ആ വാലിഡിറ്റി എത്ര നേരം തൊട്ട്, ഓതൻറ്റിക്കേഷൻ എത്ര നേരം തൊട്ട് എത്ര നേരം വരെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ എക്സ്പ്ലിസിറ്റ് കണ്ടീഷൻ ദാറ്റ് ഓതൻറ്റിക്കേഷൻ ഈസ് വാലിഡ് ഫ്രം ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ, ദാറ്റ് ഈസ് നെക്സ്റ്റ് 26 hours അത് വാലിഡിറ്റി ഉണ്ടെന്നുള്ളതാണ്. ലൈൻ 12 എന്താ പറയുന്നത്, ഇത് അല്ലേ, ഏത് സമയം തൊട്ടാണ് അതിൻ്റെ അല്ലേ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡേറ്റ് ആൻഡ് ടൈം അറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓതൻറ്റിക്കേറ്റ്, ഏത് സമയത്താണ് ഓതൻറ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ്. ഓക്കെ, ലൈൻ 13 എന്ത് വെച്ചിട്ടാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നുള്ള, പാസ്വേഡ് വെച്ചിട്ടാണ് അല്ലേ, അതാണ് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ വാസ് ഓതൻറ്റിക്കേറ്റഡ് യൂസിങ് എ പാസ്വേഡ് ട്രാൻസ്മിറ്റഡ് അക്രോസ് എ പ്രൊട്ടക്റ്റഡ് ചാനൽ. നമ്മുടെ SSL പ്രൊട്ടക്റ്റഡ് ചാനൽ വഴിയിട്ടാണ് ആ പാസ്വേഡ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മളിതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ SAML ഡോക്യുമെൻറ്റിനകത്ത് ഉള്ളത്. ഓക്കെ, അതാണ് SAML അസേർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനമായിരിക്കും നമ്മളൊരു കുക്കിക്കകത്ത് നമ്മൾ കൊടുത്തിട്ട് എംബഡ് ചെയ്ത് നമ്മൾ ബ്രൗസറിനകത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡറാണ് ഇത് ചെയ്തത്. അപ്പോൾ ആ സർവീസ് പ്രൊവൈഡറിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വേറൊരു സർവീസ് പ്രൊവൈഡർ ഉണ്ടെങ്കിൽ അയാൾ ഇത് വെരിഫൈ ചെയ്ത് ഇയാൾ ഒരു ഓതൻറ്റിക്കേറ്റ് ആണെന്നുള്ളത് അയാൾ നോക്കിയിട്ട് ഇയാൾക്ക് അതിനുള്ള പെർമിഷൻസ് കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ അടുത്ത സർവീസ് പ്രൊവൈഡറിന് വീണ്ടും ഈ യൂസർ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പൾ വീണ്ടും ഒരു ഓതൻറ്റിക്കേഷന് പോകേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് നടന്നോളും. ഓക്കെ, അപ്പോൾ യൂസറിന് വീണ്ടും ആ യൂസർ ഐഡിയും പാസ്വേഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ സർവീസ് പ്രൊവൈഡറിന് മാത്രം കൊടുത്താൽ മതി. അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റേ ആൾക്കാർക്ക് ഇത് വെരിഫൈ ചെയ്തിട്ട് അവർക്കത് ഓതൻറ്റിക്കേഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നൗ SAMLൻ്റെ ആപ്ലിക്കേഷൻ ഒരു സിംഗിൾ സൈൻ ഓൺ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ സിംഗിൾ സൈൻ ഓൺ എന്ന് പറയുന്ന ഫെസിലിറ്റിയാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിൽ ഒരു യൂസർ ഒരു വെബ്സൈറ്റിൽ കയറി, ഫസ്റ്റ് വെബ്സൈറ്റിൽ കയറി, ആ വെബ്സൈറ്റിൽ കയറിയത് യൂസർ ID പാസ്വേഡും അതിൻ്റെ ഓതൻറ്റിക്കേഷൻ മെക്കാനിസംസ് ഓതൻറ്റിക്കേഷൻ ഇതെല്ലാം കൊടുത്തിട്ടാണ് കയറിയത്. അപ്പോൾ ആ സാധനം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അയാൾ വേറൊരു വെബ്സൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ കുക്കീസിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അസേർഷൻസ് വെരിഫൈ ചെയ്തിട്ടാണ് അയാൾക്ക് അതിനുള്ള ഓതൻറ്റിക്കേഷൻ അടുത്ത വെബ്സൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിൾ മുഖേനയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യൂസർ named Sandeep visits the website of his familiar travel agent, a smart travel, in order to book a ticket. Smart travel എന്നാണ് ആ സൈറ്റിൻ്റെ ഇത്. ഓക്കെ, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സന്ദീപ് ലോഗ്സ് ഇൻ ആൻഡ് ഓതൻറ്റിക്കേറ്റ് ഹിംസെൽഫ് അറ്റ് എ സ്മാർട്ട് ട്രാവൽ സൈറ്റ്. ഇപ്പോൾ സ്മാർട്ട് ട്രാവൽ സൈറ്റിനകത്ത് അയാളുടെ യൂസർ ID വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് കയറുന്നത്. ഹി ഇൻഡിക്കേറ്റ്സ് ട്രാവൽ പ്രിഫറൻസ് ഇൻക്ലൂഡിങ് ഡേറ്റ് ആൻഡ് ടൈം, ഡിപ്പാർച്ചർ, ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് എക്സെട്ര. അപ്പോൾ അയാളുടെ പ്രിഫറൻസ് എല്ലാം കൊടുക്കും. ഇതാണ് സമയം, ബഡ്ജറ്റ് ഇതാണ്, കൺസ്ട്രെയിൻസ് ഇതാക്കണമെന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കും. ഹീ ഈസ് പ്രസൻറ്റഡ് വിത്ത് എ ചോയ്സ് ഓഫ് എയർലൈൻസ് സാറ്റിസ്ഫൈങ് ഹിസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിക്വയർമെൻറ്റ്സിന് ബേസ് ചെയ്തിട്ടുള്ള എയർലൈൻസ് അവിടെ ഡിസ്പ്ലേ ആകും. ആഫ്റ്റർ ക്ലിക്കിംഗ് ഓൺ ഹിസ് പ്രിഫറൻസ് എയർലൈൻ പ്രിഫേർഡ് എയർലൈൻസ് ജെറ്റ് എയർവേസ് ആണ് അയാളുടെ പ്രിഫറൻസ്.
എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അയാൾക്ക് പോകുന്നത് അയാളുടെ റീഡയറക്റ്റ് ചെയ്യുന്നത് ജെറ്റ് എയർവേസിൻ്റെ സൈറ്റിലേക്കാണ്. ഹീ സീംലെസ്ലി ഡയറക്റ്റഡ് ടു ദ വെബ്സൈറ്റ് ഓഫ് ദാറ്റ് എയർലൈൻ വെയർ ഹീ മേക്സ് ദ റിസർവേഷൻ. പിന്നെ അവിടെ വെച്ചിട്ടാണ് റിസർവേഷൻ നടക്കുന്നത്. ജെറ്റ് എയർവേസിൻ്റെ അതിൽ പോയിട്ടാണ് അയാൾ റിസർവേഷൻ നടത്താൻ പോണത്. Now suppose that Sandeep is a gold customer of a smart travel. The smart travel has a business relationship with the several airlines including Jet Airways which provide the varying discount on its gold customer. അതായത് ഈ സ്മാർട്ട് ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റില്ല ഒരു ഗോൾഡ് കസ്റ്റമറാണ് ഇദ്ദേഹം, ഈ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അയാൾക്ക് ജെറ്റ് എയർവേസിൽ അയാൾക്ക് ഈ ഗോൾഡ് കസ്റ്റമേഴ്സിൽ സ്മാർട്ട് ട്രാവലിൽ ഗോൾഡ് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡിസ്കൗണ്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ജെറ്റ് എയർവേസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇയാളൊരു ഗോൾഡ് കസ്റ്റമർ ആണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ സ്മാർട്ട് ട്രാവൽ ഹാസ് എ ബിസിനസ് റിലേഷൻഷിപ്പ്. അപ്പം സ്മാർട്ട് ട്രാവലിന് എപ്പോഴും നമ്മളെ ഈ സെവറൽ എയർലൈൻസിൻ്റെ വെബ്സൈറ്റുമായിട്ടൊരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് ജെറ്റ് എയർവേ, വിച്ച് പ്രൊവൈഡ് വേരിയിങ് ഡിസ്കൗണ്ട് ഓൾ ഓഫ് ഇറ്റ്സ് ഗോൾഡ് കസ്റ്റമർ. ആ ഗോൾഡ് കസ്റ്റമേഴ്സ് സ്മാർട്ട് ട്രാവലിൻ്റെ ഗോൾഡ് കസ്റ്റമറിന് ജെറ്റ് എയർവേസിൽ ഡിസ്കൗണ്ടെല്ലാം കാണും. അപ്പോൾ അതെങ്ങനെയാണ് ജെറ്റ് എയർവേറിൻ്റെ സൈറ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. സോ ഹൗ ഈസ് ദ ജെറ്റ് എയർ expected to know that Sandeep is a gold customer of smart travel and is eligible for the discount. അപ്പോൾ ജെറ്റ് എയർവേ ഇതെങ്ങനെ മനസ്സിലാക്കുന്നു? അപ്പോൾ വേറെ ഓതൻറ്റിക്കേഷൻ ഒന്നും നടക്കില്ല. ഫസ്റ്റ് സ്മാർട്ട് ട്രാവലിൽ മാത്രമാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടാണ് സന്ദീപ് അതിനകത്ത് കയറി അയാളുടെ റിക്വയർമെൻറ്റ്സും പ്രിഫറൻസും എല്ലാം കൊടുത്തത്. അതിന് ബേസ് ചെയ്തിട്ടാണ് ജെറ്റ് എയർവേസിൻ്റെ അത് വന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹീൽ ബി ഡയറക്റ്റ്ലി ടു ദ ജെറ്റ് എയർവേസ് സൈറ്റ്. അപ്പോൾ അതിൽ ആ ജെറ്റ് എയർവേസ് എന്ന് പറയുന്ന സൈറ്റ് ദേ ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് സന്ദീപ് ഈസ് എ ഗോൾഡ് കസ്റ്റമർ ആൻഡ് ഹീ ഈസ് എലിജിബിൾ ഫോർ ദ ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീറ്റ്നെസ് വി ഇനുമറേറ്റ് ഓൾ ദ സ്റ്റെപ്സ്. അപ്പോൾ ഇതിൻ്റെ ആ ട്രാൻസാക്ഷൻ എല്ലാം കൂടെ നമ്മളൊന്നുകൂടെ ഇനുമറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. അപ്പോൾ സന്ദീപ് ലോഗ്സ് ഇൻ ടു ദ സ്മാർട്ട് ട്രാവൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നു, അയാൾ ഓതൻറ്റിക്കേറ്റ് ചെയ്തു. ഹി ഇൻഡിക്കേറ്റഡ് ദ ഡെസ്റ്റിനേഷൻ സിറ്റി, അതെല്ലാം കൊടുത്തു, ട്രാവൽ ടൈം കൊടുത്തു, പ്രൈസ് കൊടുത്തു, എല്ലാം കൊടുത്തു അല്ലേ. അപ്പോൾ സ്മാർട്ട് ട്രാവൽ ഐഡൻറ്റിഫൈ ചെയ്തു അയാളൊരു ഗോൾഡ് കസ്റ്റമർ ആണെന്നുള്ളത് മനസ്സിലാക്കി. സ്മാർട്ട് ട്രാവൽ ഡിറ്റർമൈൻസ് ദാറ്റ് സന്ദീപ് ഈസ് എ ഗോൾഡ് കസ്റ്റമർ ആൻഡ് പ്രസൻറ്റ് ദ ലിസ്റ്റ് ഓഫ് എയർലൈൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ സന്ദീപ്സ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ സന്ദീപിൻ്റെ റിക്വയർമെൻറ്റ്സിന് ബേസ് ചെയ്ത് കുറേ എയർലൈൻസ് ഡിസ്പ്ലേ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ അയാളൊരു ഗോൾഡ് കസ്റ്റമർ ആണെന്നും കൂടെ അയാൾ സ്മാർട്ട് ട്രാവൽ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അപ്പോൾ അയാൾക്ക് വന്നത് ജെറ്റ് എയർവേസ് ആണ്. അപ്പോൾ സന്ദീപ് ആ ജെറ്റ് എയർവേസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്മാർട്ട് ട്രാവൽ എന്ത് ചെയ്തു? സ്മാർട്ട് ട്രാവൽ ഒരു SAML അസേർഷൻ അയാൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അസേർഷൻ കണ്ടില്ലേ, അതുപോലെ ഒരു SAML അസേർഷൻ XML ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മളെ കുക്കിക്കകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ സന്ദീപ് ഹാസ് ബീൻ ഓതൻറ്റിക്കേറ്റഡ്. അപ്പോൾ സ്മാർട്ട് ട്രാവൽ ക്രിയേറ്റ്സ് എ SAML അസേർഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ്. എന്താണ് പറയുന്നത്? സന്ദീപ് ഹാസ് ബീൻ ഓതൻറ്റിക്കേറ്റഡ് യൂസിങ് എ ലോഗിൻ നെയിം ആൻഡ് പാസ്വേഡ് മെക്കാനിസം. അപ്പോൾ ആ SAML അസേർഷനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്താ? സന്ദീപ് ഒരു പാസ്വേഡും യൂസർ ഐഡിയും പാസ്വേഡ് വെച്ച് അയാൾ ഓതൻറ്റിക്കേറ്റഡ് ആണ് എന്ന് ആണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? അയാളൊരു ഗോൾഡ് കസ്റ്റമർ ആണെന്നുള്ളത്, അതായത് ആട്രിബ്യൂട്ട് അസേർഷനാണ്. ആദ്യം പറഞ്ഞത് ഓതൻറ്റിക്കേഷൻ അസേർഷനും രണ്ടാമത്തത് ആട്രിബ്യൂട്ട് അസേർഷനുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഗോൾഡ് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണല്ലേ. അതാണ് രണ്ടാമത്തെ അസേർഷൻ. അപ്പോൾ ഓതൻറ്റിക്കേഷൻ അസേർഷനാണ് ആദ്യം പറയുന്നത്. അതായത് സന്ദീപ് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലോഗിൻ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ്. അതൊരു ഓതൻറ്റിക്കേഷൻ അസേർഷനാണ്. ആട്രിബ്യൂട്ട് അസേർഷൻ എന്ന് പറഞ്ഞാൽ സന്ദീപ് ഈസ് എ ഗോൾഡ് കസ്റ്റമർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി സ്മാർട്ട് ട്രാവൽ ക്രിയേറ്റ്സ് ആൻ HTML ഫോം വിത്ത് 2 ഹിഡൻ ഇൻപുട്സ്. അപ്പോൾ സ്മാർട്ട് ട്രാവൽ എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് ഒരു HTML ഫോം ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് 2 ഇൻപുട്ട് ഉണ്ടാവും. ഫസ്റ്റ് ഈസ് SAML റെസ്പോൺസ് കണ്ടെയ്നിങ് ദ സൈൻഡ് SAML അസേർഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു SAML റെസ്പോൺസ് എന്ന പേരുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ SAML അസേർഷൻസ്, ആ 2 കാര്യങ്ങൾ അല്ലേ, ഈ 2 കാര്യങ്ങൾ ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ആ അസേർഷൻസ് ഉണ്ടാവും. സെക്കൻഡ് ഇൻപുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസേർഷൻ അത് കൊടുത്ത് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ എവിടോട്ടാണ് റീറൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
ഓക്കെ, അതായത് ജെറ്റ് എയർവേയുടെ അതിലോട്ടാണ് അയാൾ റീറൂട്ട് ചെയ്ത് വേണ്ടത്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ URL എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദ കണ്ടെയ്ൻസ് URL ഓഫ് ദ റിസോഴ്സ് റിക്വയർഡ് ബൈ ദ സന്ദീപിന് വേണ്ട റിസോഴ്സ് കിട്ടേണ്ട ആ URL ഏതാണ്, അതും അതിനകത്ത് കൊടുത്തിരിക്കും. അപ്പോൾ 2 ഇൻപുട്ടുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ബ്രൗസർ അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ SAML ഇത് അസേഷൻസ് ചെക്ക് ചെയ്തിട്ട് അത് അടുത്ത ഈ URLിലേക്ക് കൊടുക്കണം, അതിനെ റീറൂട്ട് ചെയ്ത് വിടണം. അപ്പോൾ ആ ഫോമിൻ്റെ ഒരു പോർഷനാണ് നമ്മളിവിടെ ഇതിൽ പറയുന്നത്. കണ്ടോ, ഇതാണ് ആ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ HTMLക്കകത്ത് ഉണ്ടോ ഓൺലോഡ് ഡോക്യുമെൻറ്റ്, ഇപ്പോൾ SAML ആ ഫോമാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതൊന്നും നോക്കണ്ട, ഇതൊട്ട് മതി. ഫോം നെയിം SAML, ഫോം മെത്തേഡ്, പോസ്റ്റ്, ആക്ഷൻ. അപ്പോൾ ഇതിൽ 2 ഇൻപുട്ടാണ് ഉണ്ടോ. അപ്പോൾ ഇതാണ് ആ ഇൻപുട്ട് ടൈപ്പ് ഉണ്ടോ, ഇൻപുട്ട് ടൈപ്പ്, ഹിഡൻ നെയിം, 2 കാര്യങ്ങളാണ്. SAML റെസ്പോൺസും റിലേ സ്റ്റേറ്റ്. ഇപ്പോൾ 2 ഇൻപുട്ടാണ് വരുന്നത് ഇവിടെ. SAML റെസ്പോൺസിനകത്ത് എന്താ പറയുന്നത്, SAML റെസ്പോൺസിനകത്ത് സന്ദീപ് ഒരു ഗോൾഡൻ കസ്റ്റമർ ആണെന്നും അയാൾ ഓതൻറ്റിക്കേറ്റഡ് ആണെന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദ സൈൻഡ് അസേർഷൻ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഹിഡൻ നെയിം SAML റെസ്പോൺസ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സൈൻഡ് അസേർഷൻ. സൈൻഡ് അസേർഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇയാൾ ഓതൻറ്റിക്കേറ്റഡ് ആണെന്നും ഇയാളൊരു ഗോൾഡ് കസ്റ്റമർ ആണെന്നുള്ളതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് നോക്കും. ഓക്കെ, രണ്ടാമത്തെ ഇൻപുട്ട് എന്താണ്? റിലേ സ്റ്റേറ്റ്. റിലേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എങ്ങോട്ടാണ് ഇയാളെ ടാർഗറ്റ് ചെയ്യേണ്ടത്, ആ ടാർഗറ്റഡ് URL എന്തോ ആണ്, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇത്രയും പറഞ്ഞിട്ട് ആ ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് സ്പെസിഫൈ ദ അസേർഷൻ ദാറ്റ് സന്ദീപ് എസ് എ ഗോൾഡ് കസ്റ്റമർ ആണെന്ന്. ഓക്കെ, അപ്പോൾ അസേർഷനിൽ പറയുന്നത് സന്ദീപ് ഗോൾഡ് കസ്റ്റമർ ആണെന്നും ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതാണ് സന്ദീപ് ഓതൻറ്റിക്കേറ്റഡ് ആണെന്നും കൂടെ. ഓക്കെ, സെക്കൻഡ് ഇൻപുട്ട് ടൈപ്പ് സ്പെസിഫൈസ് ദ റിസോഴ്സ് റിക്വയർഡ് ബൈ ദ സന്ദീപിന് വേണ്ട റിസോഴ്സ് എന്താണെന്നുള്ളത്. റിസോഴ്സ് ആ വെബ്സൈറ്റിലേക്ക് പോകുക എന്നുള്ളതാണ്, ആ കറസ്പോണ്ടിങ് ഗോൾഡ് കസ്റ്റമേഴ്സിനുള്ള ആ URLിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, when Sandeep's browser receives this form, it immediately redirected to this website. ഓക്കെ, ആ ബ്രൗസർ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് ഉടൻ തന്നെ അയാളെ റീഡയറക്റ്റ് ചെയ്ത് ഈ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ ജെറ്റ് എയർവേസിൻ്റെ സൈറ്റ് അവരെന്താ ചെയ്യുന്നത്? ഇത് അസേർഷൻസ് ആർ കൺസ്യൂംഡ് ബൈ ദ ജെറ്റ് എയർ വെബ് സെർവർ. അപ്പോൾ ഈ അസേർഷൻസ് ആർക്ക് കാണാൻ പറ്റും? ജെറ്റ് എയർവേസിൻ്റെ അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് നൗ അവെയർ ദാറ്റ് ദ സന്ദീപ് ആസ് എ ഗോൾഡ് കസ്റ്റമർ ഓഫ് ദ ബിസിനസ് പാർട്ണർ സ്മാർട്ട് ട്രാവൽ. അപ്പോൾ സ്മാർട്ട് ട്രാവലിൻ്റെ ഗോൾഡ് കസ്റ്റമർ ആണെന്നുള്ളത് ആർക്ക് മനസ്സിലാവും? ജെറ്റ് എയറിന് മനസ്സിലാവും. എവിടെ നിന്ന് മനസ്സിലായി? ഈ തന്നിരിക്കുന്ന അസേർഷൻ, ആ ഫോമിലുള്ള ആ അസേർഷൻ എന്ന് അയാൾക്കത് മനസ്സിലാവും, ഇയാളൊരു ഗോൾഡ് കസ്റ്റമർ ആണെന്നുള്ളത്. ഓക്കെ, ഇറ്റ് റിട്ടേൺ സന്ദീപ് എ പേജ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ഓൺ ഹിസ് ട്രാവൽ ഷെഡ്യൂൾ ആൻഡ് സ്പെഷ്യൽ ഫെയർ. ഓക്കെ, ഇത് വെച്ചിട്ട് ആ ജെറ്റ് എയർവേസ് അയാളുടെ ഡിസ്കൗണ്ടഡ് റേറ്റും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പേജ് ഡിസ്പ്ലേ ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ജെറ്റ് എയർ എന്ന് പറയുന്ന ആ സൈറ്റിലേക്ക് ഇയാൾ പ്രത്യേക രീതിയിൽ അഡീഷണലായിട്ട് ലോഗിൻ ഒന്നും ചെയ്തില്ല. ഓക്കെ, ജസ്റ്റ് ആ ട്രാവൽ സൈറ്റിൽ മാത്രം ലോഗിൻ ചെയ്തു, സ്മാർട്ട് ട്രാവലിൽ ലോഗിൻ ചെയ്തു. അവർ ഉണ്ടാക്കിയ അസേർഷൻസ് വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്ത്, ഇയാൾ ഒരു ഗോൾഡ് കസ്റ്റമർ ആണെന്നും ഓതറൈസ്ഡ് ആണെന്നുള്ളത് ആര് മനസ്സിലാക്കിയത്? ആ ജെറ്റ് എയർവേ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു SAML എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ? താങ്ക് യു.